610 ഗ്രാം തൂക്കവുമായി 6-ാം മാസത്തിൽ പിറന്നു വീണ കുരുന്ന് ഇന്ന് ചരിത്രം തിരുത്തി കുറിക്കുകയാണ്. കുഞ്ഞിന്റെ ജീവനിൽ പ്രതീക്ഷ വേണ്ടെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. എന്നാൽ വിധിയെ മറികടന്ന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് ഈ 2 വയസ്സുകാരൻ. ആമ്പലൂർ സ്വദേശി ശ്രേയസ് ആണ് അതിജീവനത്തിന്റെ പാതയിൽ നാടിന് അഭിമാനമായി മാറുന്നത്. ഗുഡ് ബോയ്. ഇനി യുഎസ് എവിടെ? യുഎസ്എ. ഇന്ത്യ എവിടെ? 2 വയസ്സു തികയുമ്പോൾ ശ്രേയസ് തിരുത്തിക്കുറിച്ചത് വിധിയെ മാത്രമല്ല, ചരിത്രം കൂടിയാണ്. 14 ജില്ലകൾ, 7 ഭൂഖണ്ഡങ്ങൾ, 10 രാജ്യങ്ങളുടെ പതാകകൾ, ദിവസങ്ങൾ, പഴം, പച്ചക്കറി തുടങ്ങി ഇംഗ്ലീഷ് അക്ഷരമാല വരെ ശ്രേയസിന് മനഃപ്പാടമാണ്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും ഒക്കെ ഈ 2 വയസ്സുകാരനറിയാം. നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേരെന്താ? രാഷ്ട്രപതിയുടെ പേരെന്താ? മാസമെത്താതെ 6-ാം മാസത്തിലായിരുന്നു ശ്രേയസിന്റെ ജനനം. ജീവൻ തന്നെ നിലനിൽക്കുമോ എന്ന് പോലും അറിയാത്ത നിമിഷമായിരുന്നു അത്. പറഞ്ഞ പോലെ 6.5 മാസത്തിലാണ് എനിക്ക് കിട്ടണത്. 6 മാസം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല പെട്ടെന്ന് ഡെലിവറി നടക്കും, അങ്ങനത്തെ കാര്യങ്ങളൊന്നും. ഹൈ പ്രഷറായിരുന്നു. പെട്ടെന്ന് ഡെലിവറി വേണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ കണ്ടിരുന്നില്ല എൻ്റെ മകനെ. ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് എൻ്റെ മകനെ കാണുന്നത്. ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ച് കഷ്ടപ്പാടായിരുന്നു ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ ആ സമയത്ത് നടന്നിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ. അവനെ തിരിച്ച് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ഒരു നിമിഷം ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു. എന്നാൽ തളരാതെ അമ്മ മനസ്സിന്റെ കരുത്തുകൊണ്ട് കാവ്യ അവനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. കുഞ്ഞിനോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞതു പ്രകാരം പലതും പറഞ്ഞു. വാക്കുകൾ കിട്ടാതായപ്പോൾ ജില്ലകളുടെ പേരുകൾ പറഞ്ഞു തുടങ്ങി. ഒരു ദിവസം ശ്രേയസ് അത് തിരികെ പറഞ്ഞു. അങ്ങനെ ഓരോ അറിവും അമ്മ പകർന്നു നൽകിയപ്പോൾ അവനത് മനഃപ്പാടമാക്കി. ഒന്നും പ്രതീക്ഷിച്ചില്ലെങ്കിലും ശ്രേയസ് പകരം സമ്മാനിച്ചത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡായിരുന്നു. ഇങ്ങനെ ഇഷ്യൂസൊക്കെ ഉണ്ടായ സമയത്ത് നമുക്ക് ഡോക്ടേഴ്സൊക്കെ കുറേ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിരുന്നു ഞങ്ങളോട്. അപ്പോൾ ഉണ്ണീനോട് ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കുമായിരുന്നു. ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, പാട്ടുകളായിട്ടും അതുപോലെ തന്നെ ഈ ABCD ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അവൻ ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നീട് ഒരു ദിവസം അവൻ ഞങ്ങൾ പറയണതിന് തിരിച്ച് അവൻ ഇങ്ങനെ പറയാൻ തുടങ്ങി, റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. ഇങ്ങോട്ടേക്ക് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. 2 മാസം മുമ്പാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണത് തന്നെ. ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നമ്മളൊന്ന് വെറുതെ അപ്ലൈ ചെയ്തതാണ്. കിട്ടുന്ന വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ടി ഞങ്ങളൊന്നും പഠിപ്പിച്ചു കൊടുക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഞാനായാലും ഇവിടെ അച്ഛയായാലും അമ്മയായാലും ഒക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെ കേട്ട് പഠിക്കണതാണ് അവൻ. അപ്പം അങ്ങനെ കേട്ട് പഠിച്ച കാര്യങ്ങൾ ഞങ്ങൾ ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചു. അപ്പം ഞങ്ങൾ ഒന്ന് വെറുതെ അപ്ലൈ ചെയ്തതാണ്. കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. മകന്റെ ഈ വളർച്ചയേക്കാൾ മറ്റൊരു റെക്കോർഡും തന്നെ സന്തോഷിപ്പിക്കുന്നില്ല എന്നാണ് കാവ്യയ്ക്ക് പറയാനുള്ളത്. ഇന്ന് ശ്രേയസ് നാടിനും വീടിനും അഭിമാനമായി മാറുമ്പോൾ അതിജീവനത്തിന്റെ പാതയിലെ ഓരോ താളുകളും പങ്കുവയ്ക്കുകയാണ് ഈ കുടുംബം. ജനം, തൃശൂർ.